രാജഭരണക്കാലം കഴിഞ്ഞതോടുകൂടി പോലീസ് സ്റ്റേഷനും കോടതിയും വന്നതോടെ കുമ്പളസീമയിലെ സത്യക്കല്ലി ഒരു ചരിത്ര അവശേഷിപ്പായി മാറി. ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക്. മധൂര്, കാവു, കണിപുര ഇങ്ങനെ 4 ക്ഷേത്രങ്ങളാണ് കുമ്പളസീമയിലെ പ്രധാന ക്ഷേത്രങ്ങളായിട്ടുള്ളത്. അതിൽ അടൂർ ക്ഷേത്രമാണ്, മഹാലിംഗേശ്വര ക്ഷേത്രമാണ് പ്രഥമ ക്ഷേത്രം. ഇവിടെ ഈ കാണുന്നത് കുമ്പളസീമയിലെ സത്യപ്രമാണ കല്ലാണ്. അതായത് കുമ്പളസീമയിലെ ഈ ക്ഷേത്രങ്ങളിലൊക്കെ ഭരണം നടത്തിയിരുന്നത് നമ്മുടെ മായിപ്പാടി രാജവംശത്തിൽപ്പെട്ടവരാണ്, രാജാക്കന്മാരാണ്. വർഷങ്ങൾക്ക് മുമ്പേ കൊടക് രാജൻ്റെ അധീനത്തിൽപ്പെട്ടതാണ് ഈ ക്ഷേത്രമെങ്കിലും ഇവിടുത്തെ ഭരണപരമായ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇപ്പോഴും രാജവംശത്തിൽപ്പെട്ടവർ തന്നെയാണ്, എൻഡോമെൻ്റ് ആയിക്കഴിഞ്ഞാലും. അപ്പോൾ അവർക്കൊരു സ്ഥാനം ഇവിടെയുണ്ട്. കുമ്പളസീമയിൽപ്പെട്ട ഈ അതിർത്തിയിൽ വരുന്ന ജനങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്തിരുന്നത് അരമനയിലാണ്, കൊട്ടാരത്തിലായിരുന്നു. പക്ഷേ കൊട്ടാരത്തിലും ഈ തീർപ്പ് കൽപ്പിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ ഇത്യർത്ഥമായിക്കൊണ്ടിരുന്നത്, തീരുമാനിച്ചിരുന്നത് അടൂർ ശ്രീ മഹാലിംഗേശ്വര ക്ഷേത്രത്തിൽ ഇപ്പോൾ കാണുന്ന ഈ സത്യപ്രമാണ കല്ലായിരുന്നു. ഈ സത്യപ്രമാണ കല്ലിൻ്റെ മേളിൽ കയറി നിന്ന് അവർ ചെയ്ത തെറ്റ് ഏറ്റു പറയണം, അല്ലെങ്കിൽ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയണം എന്നായിരുന്നു അതിൻ്റെ നിബന്ധന. പക്ഷേ തെറ്റ് ചെയ്തവർ തീർച്ചയായും അവർക്ക് സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇതിൻ്റെ മേളിൽ കയറി നിൽക്കുമ്പോൾ എന്നാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. പുരാണത്തിലൊക്കെ അങ്ങനെയാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ടിപ്പു സുൽത്താൻ പടയോട്ടക്കാലത്ത് നമ്മളെ അടൂർ അമ്പലത്തിലും വന്നിരുന്നു, ഇവിടെ ആക്രമിച്ചിരുന്നു എന്നതിനുള്ള വ്യക്തമായ തെളിവാണ് ഇവിടെ കിടക്കുന്ന 2 പീരങ്കികൾ. ടിപ്പു സുൽത്താൻ പടയോട്ടക്കാലത്ത് ഇവിടെ വന്ന് ഇതിനെ തകർക്കുന്നതിന് വേണ്ടി ആ പീരങ്കികളിലൂടെ ഗുണ്ടുകളാണ് പായിച്ചിരുന്നത്. പക്ഷേ ആ ഗുണ്ടുകളൊന്നും അമ്പലത്തിനകത്ത്, ക്ഷേത്രത്തിനകത്ത് ഒന്നും തന്നെ പതിക്കുന്നില്ല എന്ന് കാണുമ്പോൾ എന്തോ അത്ഭുത കാര്യം ഇവിടെ ഉണ്ട് എന്നുള്ളത് ടിപ്പു സുൽത്താൻ മനസ്സിലാക്കുകയും അങ്ങനെ ക്ഷേത്രത്തിൻ്റെ അകത്ത് വന്ന് നോക്കുമ്പോൾ അവിടെ ഒരു നന്ദി നിൽക്കുന്ന കാണുന്നുണ്ട്. ടിപ്പു സുൽത്താൻ്റെ തലയിൽ ഒരു ആശയം ഉദിച്ചു. അതായത് ഈ നന്ദിയുടെ മുമ്പിൽ ഞാനൊരു കെട്ട് പുല്ലിട്ടിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ നടന്ന് ചുറ്റു വരുമ്പോഴത്തേക്ക് ആ പുല്ല് ആ നന്ദി തിന്നിരിക്കണം, എങ്കിൽ ഞാനിവിടെ അത്ഭുത ശക്തിയുണ്ട്, അത്ഭുത സത്യമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കാം എന്നും പറഞ്ഞ് അദ്ദേഹം അതുപോലെ ചെയ്തു. അതുപോലെ നന്ദിയുടെ മുമ്പിൽ ഒരു കറ്റ പുല്ലിട്ട് ഇദ്ദേഹം ക്ഷേത്രത്തിൽ ഒരു ചുറ്റ് വരുമ്പോഴത്തേക്ക് ആ പുല്ല് കാണാനില്ല, നന്ദിയുടെ പുറകിൽ ഒരു ചാണകത്തിൻ്റെ ഇങ്ങനെ ഒരു മുദ്ദ, ആവി പറക്കുന്ന ചാണകമാണ്, അത് കാണാൻ സാധിക്കുകയായിരുന്നു. അങ്ങനെ അദ്ദേഹം ഇവിടെ അത്ഭുതമായ ശക്തി ഉണ്ട് എന്നുള്ളത് സമ്മതിക്കുകയും ഇവിടുന്ന് തിരിച്ചു പോവുകയുമാണ് ചെയ്തിട്ടുള്ളത്. ಅಡೂರು ಶ್ರೀ ಮಹಾಲಿಂಗೇಶ್ವರ ಕ್ಷೇತ್ರ ಕುಂಬಳಸೀಮೆಯ ಪ್ರಧಾನ 4 ಕ್ಷೇತ್ರಗಳಲ್ಲಿ ಒಂದಾಗಿದೆ. ಅಡೂರು, ಮಧೂರು, ಕಾವು, ಕಣಿಪುರ ಈ 4 ಕ್ಷೇತ್ರಗಳು ಈ ಕುಂಬಳೆ ಸೀಮೆಗೆ ಸಂಬಂಧಪಟ್ಟ 4 ಕ್ಷೇತ್ರಗಳಾಗಿದೆ. ಈ 4 ಕ್ಷೇತ್ರಗಳ ಆಡಳಿತ ಹಿಂದಿನ ಕಾಲದಿಂದಲೂ ಮಾಯ್ಪಾಡಿ ರಾಜರಿಗೆ ಸಂಬಂಧಪಟ್ಟ ಅವರ ಅಧೀನಕ್ಕೆ ಒಳಪಟ್ಟಂತಹ ಕ್ಷೇತ್ರಗಳಾಗಿದೆ. ಪುರಾತನ ಕಾಲದಲ್ಲಿ ಕೊಡಗು ರಾಜರಿಗೆ ಸಂಬಂಧಪಟ್ಟಂತಹ ಈ ಕ್ಷೇತ್ರ ಆ ಸಮಯದಲ್ಲಿ ಅರಮನೆಯಲ್ಲಿ ತೀರ್ಮಾನ ಮಾಡಲಿಕ್ಕೆ ಆಗದಂತಹ ವಿಷಯಗಳನ್ನು ಈ ಕುಂಬಳೆ ಸೀಮೆಯ 1ನೇ ಕ್ಷೇತ್ರ ಎನ್ನುವಂತಹ ಆ ನಿಟ್ಟಿನಲ್ಲಿ ಈ ಕ್ಷೇತ್ರದಲ್ಲಿ ಹಿಂದಿನ ಕಾಲದಲ್ಲಿ ಮಾಡ್ತಿದ್ದರು ಅಂತ ಹೇಳುವಂತಹ ಪ್ರತೀತಿ ಇಲ್ಲಿ ಇದೆ. ಅರಮನೆಯಲ್ಲಿ ತೀರ್ಮಾನ ಮಾಡಲಿಕ್ಕೆ ಸಾಧ್ಯವಿಲ್ಲದಂತಹ ವಿಷಯವನ್ನು ಈ ಕ್ಷೇತ್ರದಲ್ಲಿ ಬಂದು ಈ ಸತ್ಯ ಪ್ರಮಾಣ ಕಲ್ಲಿನಲ್ಲಿ ನಿಂತು ಸತ್ಯವನ್ನು ಹೇಳುವಾಗ ಸತ್ಯದವರಿಗೆ ಮಾತ್ರ ಅದನ್ನು ಹೇಳಲಿಕ್ಕೆ ಆಗ್ತಿತ್ತಂತೆ. ಅಸತ್ಯವನ್ನು ನುಡಿಯುವಂಥವರಿಗೆ ಅಲ್ಲಿ ಮಾತನ್ನು ಆಡಲಿಕ್ಕೆ ಆಗದಂತಹ ಪರಿಸ್ಥಿತಿ ಬಂದು ಅವರ ಆ ಪ್ರಮಾಣವನ್ನು ಇಲ್ಲಿ ನಡೆಸ್ತಾ ಇದ್ದರು ಅಂತ ಹೇಳುವಂತಹ ಪ್ರತೀತಿ. ಈ ಕ್ಷೇತ್ರದಲ್ಲಿ ಆ ರೀತಿಯ ಒಂದು ಪ್ರಮಾಣ ಕಲ್ಲನ್ನು ನಾವು
ಹಿಂದಿನ ಕಾಲದಲ್ಲಿ ಬಂದಂತಹ ಆ ಪುರಾವೆಯನ್ನು ನಾವು ಈಗಲೂ ಈ ಕ್ಷೇತ್ರದ ಮುಂಭಾಗದಲ್ಲಿ ಕಾಣ್ಬೋದು. ಆದರೆ ತದನಂತರ ಕ್ಷೇತ್ರವು ಕಾನೂನಾತ್ಮಕವಾಗಿ ಆಡಳಿತಗಳು ಬಂದಾಗ ನಂತರ ಆರಕ್ಷಕ ಠಾಣೆಗಳು ಮತ್ತು ಕೋರ್ಟು ಇತ್ಯಾದಿಗಳು ಬಂದ ನಂತರ ಇಲ್ಲಿ ಪ್ರಮಾಣ ಮಾಡುವಂಥದ್ದು ನಿಂತು ಹೋಯಿತು. ಹಿಂದಿನ ಕಾಲದಲ್ಲಿ ಪುರಾಣ ಪ್ರಸಿದ್ಧವಾದಂತಹ ಈ ಕ್ಷೇತ್ರ ಎನ್ನುವ ನಿಟ್ಟಿನಲ್ಲಿ, ಅದೇ ರೀತಿ ಕುಂಬಳೆ ಸೀಮೆಯ 1ನೇ ಕ್ಷೇತ್ರ ಎನ್ನುವಂತಹ ನಿಟ್ಟಿನಲ್ಲಿ ಈ ಸತ್ಯ ಪ್ರಮಾಣ ಕಲ್ಲಿನಲ್ಲಿ ನಿಂತು ಪ್ರಮಾಣವನ್ನು ಮಾಡುವಂತಹ ಪದ್ಧತಿ ಇತ್ತು ಅಂತ ಹೇಳುವಂಥದ್ದು ನಾವು ತಿಳಿದಂತಹ ವಿಷಯ. ಅದೇ ರೀತಿ ಪ್ರಧಾನವಾದಂತಹ ಈ ಕುಂಬಳೆ ಸೀಮೆಗೆ ಈ ಕ್ಷೇತ್ರದ ಆ ಸಂಪತ್ತನ್ನು ಕಂಡು ಟಿಪ್ಪು ಸುಲ್ತಾನ್ ಇಲ್ಲಿ ಆಕ್ರಮಣ ಮಾಡಿದ ಅಂತ ಹೇಳುವಂಥದ್ದು ನಾವು ತಿಳಿದಂತಹ ವಿಷಯ. ಕ್ಷೇತ್ರ ಕೆಳಭಾಗದಲ್ಲಿ ಇರುವ ಕಾರಣ ಮೇಲ್ಭಾಗದಿಂದ ಬಸ್ ಸ್ಟ್ಯಾಂಡಿನ ಆ ಸಮೀಪದಿಂದ ಕ್ಷೇತ್ರಕ್ಕೆ ಪಿರಂಗಿಗಳ ಮೂಲಕ ಅವ ಆಕ್ರಮಣವನ್ನು ನಡೆಸ್ತಾನೆ. ಆ ಸಮಯದಲ್ಲಿ ಕ್ಷೇತ್ರಕ್ಕೆ ಯಾವುದೇ ತೊಂದರೆ ಉಂಟಾಗುವುದಿಲ್ಲ. ಹಾಕಿದಂತಹ ಪಿರಂಗಿಗಳು ಕ್ಷೇತ್ರದ ಸಮೀಪಕ್ಕೆ ಬೀಳುವಾಗ ಇದೇನು ಇಷ್ಟು ಯಾಕೆ ಈ ದೇವಸ್ಥಾನದ ಮೇಲೆ ಬೀಳುವುದಿಲ್ಲ ಅಂತ ಹೇಳುವಂತಹ ನಿಟ್ಟಿನಲ್ಲಿ ಕ್ಷೇತ್ರಕ್ಕೆ ಸಂದರ್ಶನವನ್ನು ಮಾಡಿದಾಗ ಅವನಿಗೆ ಪ್ರಥಮವಾಗಿ ಕಾಣುವಂಥದ್ದು ಕ್ಷೇತ್ರದ ಮುಂಭಾಗದಲ್ಲಿರುವಂತಹ ನಂದಿ ವಿಗ್ರಹ. ಕಲ್ಲಿನ ನಂದಿ ವಿಗ್ರಹಕ್ಕೆ ಅವನು ಅಷ್ಟು ಶಕ್ತಿ ಏನು ಅಂತ ಹೇಳುವಂತಹ ನಿಟ್ಟಿನಲ್ಲಿ ಅದಕ್ಕೆ ಹುಲ್ಲನ್ನು ಹಾಕುವಾಗ ಆ ಹುಲ್ಲು ಹಾಕಿ 1-2 ನಿಮಿಷಗಳ ಸಮಯದಲ್ಲೇ ಅದು ಸಂಪೂರ್ಣವಾಗಿ ಆ ಹುಲ್ಲನ್ನು ತಿಂದು ಹಾಕಿದಂತಹ ಸೆಗಣಿಯಿಂದ ಹೊಗೆ ಬರುವಂಥದ್ದನ್ನು ಕಂಡಂತಹ ಆ ಟಿಪ್ಪು ಸುಲ್ತಾನ್ ಇಲ್ಲಿ ಯಾವುದೇ ಆಕ್ರಮಣ ಮಾಡದೆ ನಂತರ ಇಲ್ಲಿಂದ ಹೋಗಿದ್ದಾನೆ ಅಂತ ಹೇಳುವಂಥ